നമ്മൾ ഇന്നൊരു ജനകീയ മാർച്ച്, പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. നാട്ടുകാർ മൊത്തത്തിൽ രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നായർകുഴി അങ്ങാടിയെ പാടെ അവഗണിച്ചുകൊണ്ടാണ് ഈ കള്ളന്തോട് കൂളിമാട് റോഡിൻ്റെ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ പ്രദേശങ്ങളിലും വർക്ക് 95%, 99% പൂർത്തിയായപ്പോഴും നായർകുഴിയെ പാടെ അവഗണിച്ചുകൊണ്ട് ഇപ്പം വർക്ക് തീരെ നീങ്ങാത്തൊരവസ്ഥയിലാണ്. ഇവിടെ കള്ളന്തോട് മുതൽ കൂളിമാട് വരെ റോഡിൻ്റെ എല്ലാ ഭാഗത്തും 10 മീറ്റർ വീതി ഉണ്ടായിട്ടും നായർകുഴി മുതൽ കരിയാത്തങ്കുന്ന് വരെ, ഏരിമല റോഡിൽ കരിയാത്തങ്കുന്ന് വരെ 10 മീറ്റർ ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം 10 മീറ്ററിൽ കുറവുള്ള സ്ഥലം റിപ്പോർട്ട് ചെയ്തപ്പോഴും നായർകുഴിയെ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും അത് വാങ്ങിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്താതിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് വിട്ടുകൊടുക്കാൻ ജനങ്ങൾ തയ്യാറായിരുന്നു. അതിൻ്റെ തെളിവാണ് ഞങ്ങൾ ഒരുപാട് ആ കരിയാത്തങ്കുന്ന് കയറ്റത്തിൽ 8 മീറ്റർ വീതി ഉണ്ടായിനി ഈ GSP ഇട്ടതിന് ശേഷം. അതിൻ്റെ ശേഷം ഞങ്ങൾ നിരവധി നിവേദനങ്ങളായിട്ട് അധികാരികളെ സമീപിച്ചു. ഒരു കൃത്യമായ മറുപടി അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ നിരവധി നിവേദനം കൊടുക്കുകയും അതിനുവേണ്ടി സമരം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ സ്ഥല ഉടമകൾ ഒരു പ്രശ്നമില്ലാണ്ട് ഒരു വിട്ടുതരാൻ തയ്യാറായിട്ടുണ്ട്. അത് ഇപ്പോഴും ആ സ്ഥലത്ത് കെട്ട് പൂർണ്ണമായിട്ടില്ല. അങ്ങനെ നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നായർകുഴി അങ്ങാടിയിൽ ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്ത് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ആവശ്യം. ഇത് ശാസ്ത്രീയമായി പണി ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന അപകടങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികൃതരായിരിക്കും എന്നാണ് നാട്ടുകാർക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. ഈ നായർകുഴിയോടുള്ള ഈ കരാറുകാരുടെ അവഗണന തിരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതായത് നമുക്കറിയാം, ഈ നായർകുഴി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു കുടിസ് ആയ സ്ഥലമാണ്. ഇവിടെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന റോഡ്, ബസ് സ്റ്റോപ്പുണ്ട്, പോസ്റ്റുകളുണ്ട്, കിണറുകളുണ്ട്. അതൊക്കെ സംരക്ഷിച്ച് സൗന്ദര്യവൽക്കരണത്തോട് കൂടി പോരാൻ വേണ്ടിയിട്ടാണ് കിഫ്ബി ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ ഏത് രീതിയിലാണ് എന്ന് ചെയ്യാൻ പറ്റുക വെച്ചാൽ ആ രീതിയിൽ ഈ റോഡ് ചെയ്ത് സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം സംരക്ഷിച്ചുകൊണ്ട്, നമുക്കറിയാം ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ നടക്കുന്നൊരു കുട്ടികൾ നടന്നു പോകുന്ന സ്ഥലമാണ്. റോഡ് വികസനം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൊളിച്ചുണ്ടാക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നല്ല സൗന്ദര്യവൽക്കരണത്തോട് കൂടി ഈ നായർകുഴിക്കാർക്കും ഇത് മറ്റു ഭാഗത്തേക്കുള്ള റോഡ് നടന്നതുപോലെ തന്നെ ഇത് നായർകുഴിക്കാർക്കും അവകാശപ്പെട്ടതാണ്. അവിടെ അവകാശം നേടി എടുത്തുകൊണ്ട് അവർ വിചാരിച്ച രീതിയിൽ തന്നെ എങ്ങനെയാണോ ഈ ജനങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ഈ റോഡിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം. അതല്ലെങ്കിൽ പഞ്ചായത്ത് ജനങ്ങളോടൊപ്പം കട്ടക്ക് നിൽക്കും. അത് ഏത് രീതിയിൽ എങ്ങനെയാണ് നേടിയെടുക്കാൻ കഴിയാനുള്ളത് ആ രീതിയിൽ ഞങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നോക്കും എന്നാണ് പറയാനുള്ളത്. കൊണ്ട് തന്നെ ഈ ഉദ്ദേശിച്ച രീതിയിൽ കിഫ്ബി ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ രീതിയിലുള്ള ഞങ്ങളെ എസ്റ്റിമേറ്റ് പ്രകാരം എല്ലാ ഭാഗത്തും ചെയ്തതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഫുട് പാത്തും സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് തന്നെ ഈ നായർകുഴി പ്രദേശത്തെയും നിങ്ങൾ കൊണ്ടുപോകണമെന്നാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സംസാരിക്കാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ട്രാൻസ്ഫോമർ ഈ റോഡിൻ്റെ ഇപ്പോൾ റോഡ് പൊന്തുമ്പോൾ ട്രാൻസ്ഫോമർ ഒരുപാട് താഴ്ചയിലായിരിക്കും. അതുപോലെ ബസ് വെയിറ്റിംഗ് ഷെഡ് തൊട്ടപ്പുറത്ത് തന്നെ ഒരു കിണറുണ്ട്. ഇതിനും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇത്രയും കാലം ഞങ്ങൾ കാത്തുന്നത്, ഇത്രയും ക്ഷമിച്ച് നിന്നത് ഇവിടെ നല്ലൊരു രീതിയിൽ വർക്ക് നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇന്ന് അധികാരികൾ വളരെ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഏറ്റവും നല്ല നായർകുഴി അങ്ങാടിയിൽ ഒരു അപകട സാധ്യതയാണ് ഇപ്പോൾ ഈ വർക്കും കൊണ്ട് കാണുന്നത്. അതിനൊരു പരിഹാരം വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു സമരത്തിന് തയ്യാറായത്. നാട്ടുകാർ മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും ഇത്തരത്തിലൊരു സമരത്തിന് തയ്യാറായത്. അതേപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ് നായർകുഴി തന്നെ. ഈ നായർകുഴി ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ താഴോട്ട് ഇങ്ങോട്ട് ഡ്രൈനേജുകളും കാര്യങ്ങളൊന്നും ഇതുവരെ ഇട്ടില്ല. സ്ഥലങ്ങൾ പൊതു ആയിട്ടുള്ള റവന്യൂ ഭൂമി തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് പോസ്റ്റുകളും മറ്റും അവിടെ തന്നെ അതേമാതിരി നിർത്തി കഴിഞ്ഞാണ് ഈ വർക്കിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തത്. ഈ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഇപ്പോൾ അപകടകരമായ രീതിയിലാണ് ഈ മാളികത്തട ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗങ്ങളിലും. അതേമാതിരി തന്നെ ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്നൊരു വഴിയാണ് ഈ കരിയാത്തങ്കുന്ന് മാളികത്തട ഏരിയ. ആ ഏരിയകളിലൊക്കെ ഉള്ള ഫീസുകളും മറ്റുമൊക്കെ കുട്ടികൾക്ക് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഏറ്റവും അപകടകരമായ ഇതിലാണുള്ളത്. അപ്പോൾ അത് KCB ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അത് അപകടരഹിതമായിട്ട് വെക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതുവരെയായിട്ട് KCBക്കും
ഒന്നും ഈ കമ്പനിയോ KRFBയോ റിപ്പോർട്ട് ചെയ്തില്ല എന്നാണ് KSEB ആയിട്ട് നമ്മൾ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത്. ഈ KSEB വരെ ഇവിടെ ഇപ്പോൾ കളക്ടർക്കും മറ്റ് ജോയിൻറ്റ് കമ്മീഷനൊക്കെ പരാതി കൊടുത്തതാണ്. അവർക്കൊരു സ്കെച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അലൈൻമെൻറ്റോ ഒന്നും KSEBക്ക് ഇതുവരെ സമർപ്പിച്ചില്ല എന്നാണ് KSEBിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രയും നിരുത്തരവാദിത്തപരമായിട്ട് ഒരു രീതിയിലാണ് ഇവിടുത്തെ ഈ റോഡ് വർക്ക് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ നായർകുഴി ജംഗ്ഷൻ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഈ റോഡിലെ ജംഗ്ഷൻ ഇപ്പോൾ നിലവിലുള്ള രീതിയിലാണ് ഇവിടെ പോകുന്നതെങ്കിൽ അപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് ഈ റോഡ് വികസനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Kadodi Gold and Diamonds, Mavur, Puvattuparambur. Invest your sleep on right mattress. For rich mattress for healthy sleep.